ഗസ യുദ്ധത്തിൽ സാധാരണക്കാർക്ക് നേരെയുള്ള ആക്രമണങ്ങൾ അവസാനിപ്പിക്കണമെന്ന് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഇസ്രയേലിനോട് ആവശ്യപ്പെട്ടു. വടക്കൻ ഗസയിലേക്ക് ജനങ്ങൾക്ക് മടങ്ങാനുള്ള അവസരമൊരുക്കുമെന്നും ബ്ലിങ്കൻ പറഞ്ഞു. ചെങ്കടലിൽ ഹൂത്തികളുടെ 18 ഡ്രോണുകൾ തകർത്തുവെന്ന് അമേരിക്ക അവകാശപ്പെട്ടു. കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ BK സുഹൈൽ ന്യൂസ് ഡെസ്കിൽ നിന്ന്. സുഹൈൽ, എന്തൊക്കെയാണ് അമേരിക്ക ഇപ്പോൾ നൽകുന്ന ഉറപ്പുകൾ? നിഷാദ്, പശ്ചിമേഷ്യൻ പര്യടനത്തിന്റെ ഭാഗമായി ഇസ്രായേലിലെത്തിയ US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ നെതന്യാഹുവുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് മാധ്യമപ്രവർത്തകരോട് ചില കാര്യങ്ങൾ വിശദീകരിച്ചത്. അതിൽ കൂടിക്കാഴ്ചയിൽ പ്രധാനമായ വിഷയമായി വന്നത് ഈ സിവിലിയന്മാരുടെ കൂട്ടക്കുരുതി അത് അവസാനിപ്പിക്കുന്ന തരത്തിലായിരിക്കണം ഇനിയുള്ള യുദ്ധം എന്നതാണ്. അതോടൊപ്പം തന്നെ വടക്കൻ ഗസയിലുള്ള ആളുകൾക്ക് തങ്ങളുടെ സ്വന്തം വീടുകളിലേക്ക് തിരിച്ചു വരാൻ, വീടുകൾ അവിടെയില്ല, വീടുകൾ ഉണ്ടായിരുന്ന സ്ഥലത്തേക്കെങ്കിലും തിരിച്ചു വരാനുള്ളൊരു അവസരം ഒരുക്കണം. അക്കാര്യത്തിൽ UN സഹകരിച്ചുകൊണ്ടുള്ള ചില ധാരണകളിലേക്ക് പോകുന്നു എന്നാണ് ആന്റണി ബ്ലിങ്കൻ പറഞ്ഞത്. അമേരിക്കക്കുള്ളിലും പശ്ചിമേഷ്യയിലും അന്താരാഷ്ട്ര സമൂഹത്തിലും അമേരിക്കക്കെതിരെ വലിയ ജനരോഷം ഇപ്പോൾ വ്യക്തമാണ്. അമേരിക്കയിൽ ഇത് തെരഞ്ഞെടുപ്പ് വർഷമാണ്. ജോ ബൈഡൻ വീണ്ടും മത്സരിക്കാനിരിക്കുന്നു. ജോ ബൈഡൻ എത്തുന്ന മിക്ക ഇടങ്ങളിലും സീസ് ഫയറിന് വേണ്ടിയുള്ള, വെടിനിർത്തലിന് വേണ്ടിയുള്ള ആഹ്വാനങ്ങൾ ഉണ്ടാകുന്നു. അതേപോലെ തന്നെ ബൈഡനെതിരെ വലിയ വിമർശനങ്ങൾ ഉയരുന്നു. ഈ സാഹചര്യത്തിൽ ഈ യുദ്ധത്തിൽ നിന്ന് ഇസ്രായേലിനെ പിന്തിരിപ്പിക്കുക, ഏറ്റവും ചുരുങ്ങിയത് സാധാരണക്കാരുടെ പ്രത്യേകിച്ചും കുട്ടികൾ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം, ആ ചിത്രങ്ങൾ ഇല്ലാതെയാക്കുക എന്നുള്ളത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ്. ഡെമോക്രാറ്റ് പാർട്ടിയും അക്കാര്യം പ്രധാനമായി തന്നെ കാണുന്നു. ആ ഒരു വിഷയം പ്രധാനമാക്കി തന്നെയാണ് ഈ പശ്ചിമേഷ്യൻ പര്യടനത്തിൽ ആന്റണി ബ്ലിങ്കൻ എല്ലായിടത്തും സംസാരിച്ചത്. അറബ് രാജ്യങ്ങളുമായി സംസാരിക്കുമ്പോൾ ഗസയിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ വേദന, അവരുടെ പ്രശ്നങ്ങൾ, അതിലെല്ലാം അമേരിക്കയും വലിയ പ്രതിസന്ധി അനുഭവിക്കുന്നു എന്ന കാര്യം സൂചിപ്പിച്ചു. അറബ് രാജ്യങ്ങളും ഇക്കാര്യം തന്നെയാണ് ആന്റണി ബ്ലിങ്കനുമായി വളരെ പ്രധാനപ്പെട്ട വിഷയമായി അവരെല്ലാവരും ഉന്നയിച്ചത്. അക്കാര്യം നെതന്യാഹുവുമായി കൂടിക്കാഴ്ചയിൽ പങ്കുവച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അക്കാര്യം അദ്ദേഹം ട്വീറ്റിൽ പറയുകയും വാർത്താസമ്മേളനത്തിൽ വിശദമായി സംസാരിക്കുകയും ചെയ്തു. പക്ഷേ അപ്പോഴും അമേരിക്കയുടെ നയം ഒരു ഇസ്രായേലിനെ പിന്തുണക്കുന്നത് തന്നെയാണ് എന്ന് ആവർത്തിക്കാൻ അദ്ദേഹം സമയം ചെലവഴിച്ചു. സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശമുണ്ട് എന്ന പതിവ് പല്ലവി അദ്ദേഹം ആവർത്തിക്കുകയും ചെയ്തു. എന്ന് മാത്രമല്ല, വൈറ്റ് ഹൗസ് വക്താവ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത് ഇപ്പോഴൊരു വെടിനിർത്തലിന് തങ്ങൾ ഇസ്രായേലിനോട് ആവശ്യപ്പെടില്ല എന്നുള്ളതാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം നെതന്യാഹു ഇതെല്ലാം പറയുമ്പോഴും നെതന്യാഹു ഇതിനോട് പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഈ യുദ്ധം അവസാനിപ്പിക്കാനോ സിവിലിയന്മാരുടെ കൂട്ടക്കുരുതി നിർത്താനോ നെതന്യാഹു ഉദ്ദേശിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഭരണ സമിതിയിലുള്ള തീവ്ര വലതുപക്ഷ കക്ഷികൾ വീണ്ടും ഈ യുദ്ധം കൂടുതൽ രൂക്ഷമാക്കാനാണ് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഗസയിലുള്ള മുഴുവൻ ആളുകളെയും അവിടെ നിന്ന് ആട്ടിപ്പായിക്കാനാണ് അവർ ആവശ്യപ്പെടുന്നത്. വടക്കൻ ഗസയിലേക്ക് മടങ്ങുക എന്ന അമേരിക്കയുടെ പ്ലാനിനെ ഈ വിഭാഗം അംഗീകരിക്കുന്നില്ല. പരമാവധി ആളുകളെ തെക്കൻ ഗസയിൽ നിന്ന് വീണ്ടും റഫ അതിർത്തിയിലേക്ക് മാറ്റാനും അവിടെ നിന്ന് ഈജിപ്തിലേക്ക് പുറന്തള്ളാനും ഒക്കെയുള്ള പദ്ധതി